നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന രംഗം സൂറത്ത് മുൽക്കിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു വാചകമാണ്. അല്ല മനുഷ്യരെ, നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഇങ്ങനെ ഒരു നരകമുണ്ട്, ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, അള്ളാഹു വിചാരണ ചെയ്യും, മഹ്ശറയുണ്ട്, അവിടെ മറുപടി പറയേണ്ടി വരും, അവിടെ ജീവിതത്തിന്റെ കണക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ബലാ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതെ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. മട്ടാഞ്ചേരി, നമ്മുടെ കൊച്ചി, നമ്മുടെ പുതിയ പള്ളിയൊക്കെ നിലനിൽക്കുന്ന ഈ മേഖല എത്രയെത്ര പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു, എത്രയെത്ര ആയത്തുകൾ പഠിച്ചു, എത്രയെത്ര ദീനീ സംരംഭങ്ങൾ അല്ലേ. മാലപ്പാട്ടുകളല്ല നമ്മൾ കേട്ടത്, ഒരു കവിയുടെ കവിതയല്ല നമ്മൾ കേട്ടത്, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അനവധി വചനങ്ങൾ, എത്രയോ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആലോചിക്കുക, മരണം നമ്മളോടൊപ്പമുണ്ട്. അക്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കണം, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം നിങ്ങളെ പിടികൂടാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഏത് നിമിഷവും മരണം ഒരു ചെരുപ്പിന്റെ വാറിനെ പോലെ നിങ്ങളുടെ ജീവനാഡിയേക്കാളും എടുത്ത് നിങ്ങളുടെ കോളറ നിങ്ങളുടെ പേടിയോട് എത്ര ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ മരണം നിങ്ങളോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, യുവാക്കളെ, യുവതികളെ, സത്യജീവിതം ശുദ്ധീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യകൂനു ഫീ ആഖിരി സമാൻ, ഖിയാമത്ത് നാളായിത്തീരും, ലോകം അവസാനിക്കുന്ന ഒരു ഘട്ടം വരും. ലാ തഖൂമു സ്സാഅ, പ്രവാചക തിരുമേനി പറഞ്ഞു ഖിയാമത്ത് നാൾ വരില്ല. മുസ്ലിം ഉമ്മത്ത് വിഗ്രഹാരാധന നടത്തുന്നവരെ ഖിയാമത്ത് നാൾ വരില്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പൊടുന്നനെയുള്ള മരണങ്ങൾ, കൊലപാതകങ്ങൾ, ഞാൻ എന്തിനു വേണ്ടി അയാളെ കൊന്നു എന്ന് കൊന്നവനും ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിന്റെ അടയാളങ്ങൾ വന്നു. വ്യഭിചാരം സാർവത്രികമാണ്, കൊലപാതകങ്ങൾ സാർവത്രികമാണ്, പിടിച്ചുപറികൾ സാർവത്രികമാണ്. ലോകരാജ്യങ്ങളിൽ കൊലപാതകത്തിന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്നറിയുമോ? നാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യമാണ്. പാകിസ്ഥാന്റെ 3 ഇരട്ടി കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 32,000 ആളുകൾ ഒരു വർഷത്തിൽ കൊല്ലപ്പെടുന്ന രാജ്യം. പാകിസ്ഥാനിൽ 9,200 പേര് കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിൽ 32,000 പേർ കൊല്ലപ്പെടുന്ന ദാരുണമായ അവസ്ഥ. ഗർഭപാത്രം വിലക്ക് കൊടുക്കുന്ന രാജ്യം, വാടക കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാകുന്നു എന്നാണ് ലോകത്തിന്റെ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 20 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെട്ട കൊച്ചി ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകം അവസാനിക്കുമ്പോ, ലോകം ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമാകുമ്പോ, മനുഷ്യന്റെ ചെയ്തികൾ കണ്ട് ലോകം നശിക്കുമ്പോ, ഈ ലോകത്ത് വ്യാപകമായ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ, അള്ളാഹു തീജ്വാലകളെ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമ്പോ, ഈ ദുരന്തങ്ങളെല്ലാം നടക്കുന്ന മണ്ണിൽ ഒരു കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂകമ്പവും പേമാരിയും എല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ ബേജാറാവണ്ട, അത് കിട്ടും. അപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റി റസൂല് പഠിപ്പിച്ചിരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ അല്ലെ, അങ്ങനെയല്ലേ റസൂലിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുക. റസൂല് പറയാ ഇത്ര അടുത്ത ഖിയാമത്ത് നാള്, എന്നിട്ട് പോലും റസൂൽ അതിനെപ്പറ്റി താക്കീത് നൽകി. എന്തിനാ? ജീവിതത്തിന്റെ ഏത് രംഗത്തും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പൊ ഏത് നിമിഷവും നമ്മൾ മുസ്ലിങ്ങളായിരിക്കണം എന്ന് നോക്കൂ. ലോകത്ത് ഭൂകമ്പം ഉണ്ടായില്ല ഇനി ലോകം ഒന്നിച്ച് തകർന്നില്ലായിരിക്കുക. നമ്മുടെ രാജ്യം കുലുങ്ങിയാലോ അതൊരു ഭൂകമ്പാണല്ലോ, അതൊരു നാശമാണല്ലോ. എല്ലാം തകർന്ന് മണ്ണിനടിയിലായി പോകുന്ന ഒരു ഭൂകമ്പം കേരളത്തിൽ വരില്ല എന്നാര് കണ്ടു? ഇവിടെ സജീവമായി തൗഹീദ് പ്രബോധനം നടക്കുന്നത് കൊണ്ടാണ് അള്ളാഹു ഈ മണ്ണിനെ നിലനിർത്തുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഞാൻ നേരത്തെ സൂറത്ത് ആറാഫിലെ 96-ാമത്തെ വചനം ഓതി തന്നല്ലോ, വിശദീകരിക്കാതെ പോയതാണ്. ഒരൊറ്റ കാര്യം അത് ആവശ്യകമായി പറയാം.
വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബർകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അതായത് ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുവിടും. അപ്പൊ മഴ വർഷിക്കണമെങ്കിൽ, പെട്രോളിയം ലഭിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പൊ അള്ളാഹു അതൊക്കെ നൽകും. നമുക്കറിയാം, ഇവിടെ കുൽമാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഒരു പ്രബോധക സംഘം ഈ മണ്ണിലുള്ളത് കൊണ്ടാണ് കേരളത്തെ അള്ളാഹു നിലനിർത്തുന്നത്. ഖുർആനിന്റെ 25-ാം അധ്യായം 77-ാമത്തെ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. കുൽമാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം നേർച്ച നേരുക എന്നിത്യാദി വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സലഫി പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിന് അഭിവൃദ്ധി ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ ദൈവത്തെ നിലക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ആളുകളെ കൃത്യമായി അടർത്തിയെടുത്ത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമായി ഈ സമൂഹത്തെ ജീവിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ ജീവിക്കുന്ന, സലഫുകളുടെ വഴി സ്വീകരിക്കുന്ന സ്വാത്വികന്മാരായ ഒരു വിഭാഗമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭൗതിക പ്രമത്തതയിലും ഭൗതിക ആസക്തിയിലും കണ്ണഞ്ചിപ്പോയ ഒരു തലമുറയെ, ഈ മുസ്ലിം സമുദായത്തെ എല്ലാവിധ ആർത്തികളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ദുനിയാവിന്റെ എല്ലാ പളപളപ്പുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും പരലോകത്തിന്റെ വിശാലമായ ഒരു ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ഡ്യൂട്ടി കൂടി നമുക്കിവിടെയുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, ഇത് ഈ ഓഡിറ്റോറിയം പല പ്രോഗ്രാമുകൾക്കും